മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. ഏതൊക്കെ വകുപ്പുകൾ എന്നതുകൂടി നമുക്ക് പറഞ്ഞു പോകാം. IPC 3761 ബലാത്സംഗം, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെയും ബലാത്സംഗ കുറ്റം ചുമത്തിയിരിക്കുകയാണ്. ലൈംഗിക പീഡന കേസിൽ നടൻ മുകേഷിന് മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് മുകേഷിന് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുന്നത്. ഇടവേള ബാബുവിനും ജാമ്യം ലഭിച്ചിട്ടുണ്ട്. ഹലോ ഹായ് എവ്രി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുലിറ്റൽ. എല്ലാവരും സുഖമായിരിക്കുന്നു, സുരക്ഷിതരായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചു. ഈ വാർത്തയിൽ എന്താണ് റിയാക്ട് ചെയ്യാനുള്ളത് എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ഒരു സംഭവം നമ്മളുടെ മുന്നിൽ നടക്കുമ്പോൾ, ഒരു വാർത്ത നമ്മൾ കേൾക്കുമ്പോൾ, ആ വാർത്തയെ സംബന്ധിച്ച് നമ്മൾക്കുണ്ടാവുന്ന ചോദ്യങ്ങളും സംശയങ്ങളും പ്രതികരണങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയുള്ളതാണല്ലോ ഈ റിയാക്ഷൻ വീഡിയോസ്. ഈ വാർത്ത അറിഞ്ഞപ്പോൾ, അല്ലെങ്കിൽ ഈ വാർത്ത അറിയുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ അവർക്ക് മുൻകൂർ ജാമ്യം കിട്ടും എന്ന തോന്നലുണ്ടായപ്പോൾ തന്നെ മനസ്സിൽ തോന്നിയ ചില ചോദ്യങ്ങളുണ്ടായിരുന്നു, ചില സംശയങ്ങളുണ്ടായിരുന്നു. അതൊക്കെ പറയാനും ചോദിക്കാനും വേണ്ടിയാണ് ഈ വീഡിയോ റിയാക്ഷന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഈ വലയ്ക്കകത്ത് ചെറിയ മീനുകൾ വലിയ ഇളക്കമുണ്ടാക്കും. അതിനിടയിൽ ഈ വലിയ മീനുകളൊക്കെ രക്ഷപ്പെട്ടു പോകും പലപ്പോഴും. അതുപോലെ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പല പ്രമുഖർക്കെതിരെയാണ് ഇത് നീങ്ങുന്നതെന്ന് നമ്മൾ കണ്ടു. പ്രമുഖർ ഉൾപ്പെടുന്ന ആരോപണങ്ങളുണ്ടായി. അതിനെതിരെ നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണ് എന്നൊരു പ്രതീതി ഉണ്ടായി. അതിനിടയിൽ ചില ചെറിയ മീനുകൾ പെട്ടു. നിവിൻ പോളി ചെറിയ മീനാണെന്നല്ല ഞാൻ പറയുന്നത്. നിവിൻ പോളിക്കെതിരെ വന്നതുപോലുള്ള വ്യാജ പരാതികൾ, ഈ ചെറിയ മീനുകളുണ്ടായ ഇളക്കത്തിനിടയിലൂടെ രണ്ടുപേർ നൈസായിട്ട് മുൻകൂർ ജാമ്യം എടുത്തുപോയി. മുൻകൂർ ജാമ്യം എന്ന് പറയുന്നത് അവരെ ഈ കേസിൽ നിന്ന് വെറുതെ വിട്ടു എന്നല്ല അർത്ഥമാക്കുന്നത് എന്നെനിക്കറിയാം. മുൻകൂർ ജാമ്യത്തിലുള്ള വിധി ഉണ്ടാകുന്നു. ആ വാർത്തകളൊന്ന് ചൂട് പിടിക്കുന്നതിന് മുമ്പേ നിവിൻ പോളിക്കെതിരെയുള്ള ആരോപണങ്ങൾ വ്യാജമാണെന്ന് തെളിയിക്കുന്ന കാര്യങ്ങളുമായിട്ട് വിനീത് ശ്രീനിവാസൻ മുന്നോട്ട് വരുന്നു. വിനീത് ശ്രീനിവാസന് ഇതിനകത്ത് പങ്കുകാരണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ആ ഒരു വാർത്തയ്ക്കിടയിൽ ചർച്ചയാകേണ്ടിയിരുന്ന ഒരു കാര്യം, എന്തുകൊണ്ടാണ് മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചത്? ആ ഒരു ചർച്ച നടക്കാതെ പോയി. അതിനെക്കുറിച്ച് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. നമുക്ക് ആദ്യം ഇവർക്കെതിരെ കുറ്റം ചുമത്തിയ വാർത്തകളൊന്ന് കേട്ടു നോക്കാം. ഇതിൽ കേസെടുത്തിരിക്കുന്നത് മുകേഷിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകളാണ്. IPC 376(1) ബലാത്സംഗം, IPC 354 സ്ത്രീത്വത്തെ അപമാനിക്കൽ, ബലപ്രയോഗം, IPC 452 അതിക്രമിച്ച് കടക്കൽ, IPC 509 സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ആംഗ്യം, വാക്പ്രയോഗം. ഇടവേള ബാബുവിനെതിരെയും ബലാത്സംഗ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത്. നോർത്ത് സ്റ്റേഷനിലാണ് കേസ്. 376(1). ഈ വാർത്തകൾ കേട്ടപ്പോൾ, ഈ വകുപ്പുകൾ കേട്ടപ്പോൾ നമ്മൾ വിചാരിച്ചല്ലേ ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോവുകയാണ്, ഈ വലിയ മരങ്ങളൊക്കെ ഉടനെ തന്നെ ഇരുമ്പഴിക്കുള്ളിലാകും എന്നൊരു പ്രതീതി നമ്മൾക്കുണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ രീതിയിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഉണ്ടാകുന്നു, അന്വേഷണം നടക്കുന്നു, പരാതികൾ സ്വീകരിക്കുന്നു, കേസിടുന്നു, വലിയ വലിയ വകുപ്പുകൾ ചുമത്തുന്നു. ജാമ്യമില്ലാത്ത വകുപ്പ് എന്നൊക്കെ കേൾക്കുമ്പോൾ സാധാരണക്കാരിലൊക്കെ നീതി ലഭിച്ചു എന്നൊരു പ്രതീതിയാണ് ഉണ്ടാക്കിയത്. പക്ഷേ അങ്ങനെയൊന്നും സംഭവിച്ചില്ല. 2-3 ദിവസങ്ങൾക്ക് ശേഷം അവർ മുൻകൂർ ജാമ്യം എടുത്ത് പുറത്തു വന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മുൻകൂർ ജാമ്യം എടുത്തു എന്നതുകൊണ്ട് കേസിൽ നിന്നും അവരെ കുറ്റവിമുക്തരാക്കി എന്നർത്ഥമില്ല. പക്ഷേ നമ്മുടെ നാട്ടിലൊരു ചിന്താഗതി എങ്ങനെയാണ്? സ്വാഭാവികമായിട്ടും ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു, അയാൾ ജാമ്യമില്ലാത്ത വകുപ്പിലാണെങ്കിൽ ജയിലിലാകുന്നു, റിമാൻഡ് ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ തന്നെ നമ്മളുടെ മനസ്സിലേക്ക് ഒരു ചിന്താഗതി വന്നു കഴിഞ്ഞാൽ അവനെ ശിക്ഷ കിട്ടിയെന്ന രീതിയാണ്. കോടതിയിൽ കേസ് ബാക്കി നിൽക്കുന്നുണ്ട്, വിചാരണ നടക്കണം, അതിനുശേഷമാണ് ഈ പറയുന്ന കുറ്റാരോപിതൻ കുറ്റവിമുക്തനാണോ അല്ലെങ്കിൽ കുറ്റക്കാരനാണോ എന്നൊക്കെ വിധിക്കുന്നത്. അത് വരുന്നതിന് മുമ്പ് തന്നെ ഇയാൾ ജയിലിലാകുന്നതോടെ ഇയാൾക്ക് ശിക്ഷ കിട്ടിയെന്നൊരു ചിന്ത നമ്മളുടെ ഇടയിൽ വരുന്നുണ്ട്. അതേസമയം തന്നെ ഈ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഇവർക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചു എന്ന് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അയാളുടെ ഭാഗത്ത് എന്തോ ന്യായമുണ്ട് എന്ന രീതിയിൽ ചിന്തയുണ്ടാക്കിയെടുക്കും. ആ ചിന്ത ഉണ്ട് ആളുകളുടെ ഇടയിൽ. ആ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി തന്നെ, അല്ലെങ്കിൽ ഇവർക്ക് മുൻകൂർ ജാമ്യം കിട്ടാൻ വേണ്ടി തന്നെയാണ് കുറ്റം ആരോപിച്ചവർ എങ്ങും പറയാത്തൊരു വകുപ്പ് മുകേഷിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും. നമ്മളെല്ലാവരും ഈ കുറ്റം ആരോപിച്ച സ്ത്രീകളുടെ വെളിപ്പെടുത്തൽ കണ്ടതാണ് വാർത്താ ചാനലിലൂടെ. അവിടെ എങ്ങും അവരെങ്ങും പറയാത്തൊരു വകുപ്പുണ്ട്, 376(1), 376(1) ബലാത്സംഗ കുറ്റം. അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എങ്ങും പറഞ്ഞിട്ടില്ലാരും. നമ്മൾ ആരും കേട്ടിട്ടില്ല. ഞാൻ പറയുന്നത് മുകേഷിനെതിരെയും ഇടവേള ബാബുവിനെതിരെയും കേസിലെ കാര്യമാണ്.
അങ്ങനെ ഒരു ബലാത്സംഗം നടന്നതായിട്ട് എങ്ങും പറയുന്നില്ല. പക്ഷേ കേസിൽ 376(1) വകുപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ജീവപര്യന്തം വരെ തടവ് ലഭിക്കാൻ സാധ്യതയുള്ള ആ വകുപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഈ വകുപ്പ് ആഡ് ചെയ്തത്? നമുക്ക് ജാമ്യം കിട്ട വാർത്ത ഒന്ന് കേട്ടു നോക്കാം. സൈഫുദ്ദീൻ, മുകേഷിനും ഇടവേള ബാബുവിനും മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. നേരത്തെ ഈ ആലുവ സ്വദേശിയായ നടിയാണ് ഇത്തരത്തിലൊരു ആരോപണവുമായി രംഗത്തെത്തിയിരുന്നത്. അതിൽ പ്രധാനമായും പറഞ്ഞിരുന്നത് മുകേഷും ഇടവേള ബാബുവും അമ്മയിലേക്ക് അംഗത്വം അടക്കം വാഗ്ദാനം ചെയ്തുകൊണ്ട് പീഡിപ്പിച്ചു എന്നുള്ളതായിരുന്നു. ഇതിൽ മുകേഷിന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2009 ഇത്തരത്തിലൊരു സംഭവം നടന്നെന്നുള്ളതാണ് പരാതിയായി അവർ ഉന്നയിച്ചിരുന്നത്. പിന്നീട് ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് ഇരുവർക്കുമെതിരെ കേസെടുത്തിരുന്നത്. രണ്ടുപേർക്കുമെതിരെ പീഡന കേസുകളാണ് എടുത്തിരുന്നത്. അതിന് പിന്നാലെ കൂടിയാണ് ഇരുവരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ എത്തിയിരുന്നത്. അത് അടച്ചിട്ട മുറിയിലാണ് ഈ വാദങ്ങളെല്ലാം തന്നെ നടന്നിരുന്നത്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ വാദങ്ങളാണ് ഈ ഇരുപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന്, അതായത് പ്രോസിക്യൂഷന്റെയും ഈ പ്രതിഭാഗത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായെന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇതിന്റെ ഓർഡറിന്റെ കോപ്പി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓർഡർ കേട്ട് കഴിഞ്ഞാലാണ് എന്താണ് ഇവർ ഉന്നയിച്ചതെന്ന് അറിയാൻ പറ്റുള്ളൂ എന്നാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്ത ആൾ പറഞ്ഞത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിച്ച ഒരു വാർത്തയാണ്. In his application seeking anticipatory bail, Mukesh asserted his innocence, stating that the complaint against him was made with malified intention to tarnish his career as both a politician and an actor. ഇത് മുകേഷിൻ്റെ ആപ്ലിക്കേഷനുള്ളതാണ്. ഇടവേള ബാബുവിൻ്റെ ആപ്ലിക്കേഷനിൽ പറയുന്നത്, Babu in his application stated that the complaint is part of criminal conspiracy fabricated by interested person so as to malign the reputation of a few actors in the industry. എന്ന് വെച്ചാൽ ഇവരുടെ കരിയറിനെയും റെപ്യൂട്ടേഷനെയും ഒക്കെ തകർക്കുന്നതിന് വേണ്ടി നടത്തിയിരിക്കുന്ന ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് വന്ന കേസാണ് ഇതെന്നാണ്. സാധാരണഗതിയിൽ ഒരു ആന്റിസിപ്പേറ്ററി ബെയിലിന്, ഒരു മുൻകൂർ ജാമ്യത്തിന് ഒരാൾ പോകുന്നത് തനിക്കെതിരെ ഒരു വ്യാജ ആരോപണം വന്നിരിക്കുന്നതെന്നോ അല്ലെങ്കിൽ തന്നെ കേസിൽ കൊടുക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുണ്ട് എന്ന രീതിയിലോ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് തനിക്കെതിരെ വരുന്ന കേസെങ്കിൽ അങ്ങനെയുള്ള കേസിൽ നിന്ന് അറസ്റ്റ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മുൻകൂർ ജാമ്യം എടുക്കുന്നത്. പഴയ CRPC അനുസരിച്ചിട്ട്, കോഡ് ഓഫ് ക്രിമിനൽ പ്രൊസീജിയർ അനുസരിച്ചിട്ട് സെക്ഷൻ 438 അതനുസരിച്ചിട്ടാണ് മുൻകൂർ ജാമ്യത്തിന് ഒരാൾ അപ്ലൈ ചെയ്യുന്നത്. പുതിയ BNSS അനുസരിച്ചിട്ട് സെക്ഷൻ 482 അതനുസരിച്ചിട്ട് ഇവർ ആന്റിസിപ്പേറ്ററി ബെയിൽ പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു വ്യാജ പരാതി അല്ലെങ്കിൽ തനിക്കെതിരെ കോൺസ്പിറസി ഉണ്ടാകുന്നു, തന്നെ കൊടുക്കുന്നതിന് വേണ്ടി, കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി, ജാമ്യമില്ലാ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടി ഒരാൾ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ ആന്റിസിപ്പേറ്ററി ബെയിലിന് ഇവർ പോകുന്നത്. അതിലൊരു പ്രധാനമായിട്ടും പറയുന്ന കാര്യം തനിക്കെതിരെ വരുന്നത് കള്ളക്കേസാണെന്നാണ്. അത് കോടതിക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കും. ഇപ്പം ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് 376(1) ബലാത്സംഗ കുറ്റത്തിനാണ്. പക്ഷേ ബലാത്സംഗം നടന്നുവെന്ന് ഈ പറയുന്ന ഇര, കുറ്റം ആരോപിച്ച സ്ത്രീ മാധ്യമങ്ങളിൽ പറഞ്ഞിട്ടില്ല. കാരണം മാധ്യമങ്ങളിലാണല്ലോ ആദ്യത്തെ റെവലേഷൻ വന്നത്. ആദ്യമായിട്ട് വെളിപ്പെടുത്തലുണ്ടായത് മീഡിയ വഴിയാണ്. ആ മീഡിയയിൽ ഇവർ പറഞ്ഞിട്ടില്ല. മുകേഷിൻ്റെ കാര്യത്തിൽ എന്താ പറഞ്ഞത്? സെക്ഷൽ അഡ്വാൻസ്മെൻ്റ് ഉണ്ടായിരുന്നു. AMMയിൽ മെമ്പർഷിപ്പ് കൊടുക്കുന്നതായിട്ട് ബന്ധപ്പെട്ടാണ് ഈ സെക്ഷൽ ഡിമാൻഡ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അശ്ലീല പ്രയോഗം ഉണ്ടായിട്ടുണ്ട്, മെഴുകു വെച്ച് അടച്ചു വെച്ചിരിക്കുകയാണല്ലേ എന്നുപോലുള്ള പ്രയോഗങ്ങൾ. അതുകൂടാതെ ഇടവേള ബാബു ആപ്ലിക്കേഷൻ ഫോർമാലിറ്റിക്ക് വേണ്ടി ഫ്ലാറ്റിലേക്ക് വിളിച്ചു വരുത്തി കഴുത്തിൽ ചുംബിക്കാൻ ശ്രമിച്ചെന്നോ അങ്ങനെ എന്തോ പറഞ്ഞായിട്ട് എൻ്റെ ഓർമ്മ. ഇതെങ്ങനെയൊക്കെ നോക്കിയാലും പരമാവധി ഒരു അറ്റംപ്റ്റ് ടു റേപ്പ് മാത്രമാകുന്നുള്ളൂ, ബലാത്സംഗ ശ്രമമേ ആകുന്നുള്ളൂ, ബലാത്സംഗമാകുന്നില്ല. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ബലാത്സംഗ കുറ്റത്തിനാണ്. കോടതിയിൽ ഇവർ ഈ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നോക്കൂ, കുറ്റം ആരോപിച്ച ഇര തങ്ങൾ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ ഇപ്പോൾ കേസിൽ കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ സെക്ഷൻ കൂടി ആഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോടതിക്ക് സ്വാഭാവികമായിട്ടും അതിനകത്തൊരു സംശയം തോന്നാം. അപ്പോൾ മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇതറിഞ്ഞുകൊണ്ടാണോ ബലാത്സംഗ കുറ്റം IPC 376(1) ഈ കേസിൽ ആഡ് ചെയ്തത്? എനിക്ക് തോന്നിയൊരു സംശയമാണ്. നിങ്ങൾക്കും അതേ സംശയം തോന്നില്ലേ? സ്വാഭാവികമായിട്ടും നേരത്തെ പറയാത്തൊരു കുറ്റം, നേരത്തെ പറയാത്തൊരു ബലാത്സംഗ ആരോപണം ഇതാ കേസിൽ പറഞ്ഞിരിക്കുന്നു, കേസെടുത്ത സമയത്ത് പറഞ്ഞിരിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും തോന്നും ഇത് ആളെ കൊടുക്കാനാണെന്ന്. ഇപ്പം നിവിൻ പോളിയുടെ കാര്യത്തിൽ ആദ്യം കൊടുത്ത കേസിൽ ശാരീരിക പീഡനമാണെന്നാണ് പറഞ്ഞത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു, അതിന് ശേഷം പല ആളുകളും വെളിപ്പെടുത്തലുമായി മുന്നോട്ട് വന്ന സമയത്ത് ലൈംഗിക ആരോപണവുമായിട്ടാണ് നിവിൻ പോളിക്കെതിരെ വന്നത്.
ഇപ്പോഴും 6ാം പ്രതിയായ നിവിൻ പോളിയാണ് ഹൈലൈറ്റിൽ നിൽക്കുന്നത്. 1ാം പ്രതി മുതൽ 5ാം പ്രതി വരെയുള്ളവരൊക്കെ ലൈം ലൈറ്റിൽ നിന്ന് മാറി നിൽക്കുന്നു. അവരുടെ പേരൊക്കെ പരാമർശിക്കുന്നുണ്ടെങ്കിലും അവരൊന്നും ചർച്ചയുടെ ഭാഗമാവുന്നില്ല. നേരത്തെ പറയാത്ത ഈ ലൈംഗിക ആരോപണം ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ സംശയത്തോടെയാണ് അവരെ നോക്കിയത്. ഇതേ സംശയത്തിന്റെ ആനുകൂല്യം ഒരു മുൻകൂർ ജാമ്യത്തിന് ചെല്ലുമ്പോൾ കുറ്റാരോപിതർക്ക് ലഭിക്കും. അല്ലാതെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ബിഷപ്പ് ഫ്രാങ്കോയുടെ കാര്യം, ഞാൻ ബിഷപ്പ് ഫ്രാങ്കോ എന്ന് പറഞ്ഞത് ഏത് ഫ്രാങ്കോ ആണെന്ന് മനസ്സിലാക്കാനാണ്. എനിക്ക് ആ വ്യക്തിയെ ബിഷപ്പ് എന്ന് വിളിച്ചിട്ട് ആദരിക്കാനൊന്നും തോന്നുന്നില്ല. അപ്പോൾ ഫ്രാങ്കോയുടെ കേസിൽ ആദ്യം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന എന്ന രീതിയിലാണ് കേസ് വന്നത്. പിന്നീടാണ് ബലാത്സംഗ കുറ്റമൊക്കെ അതിലേക്ക് വന്നത്. അപ്പോൾ അത് പരിഗണിക്കപ്പെട്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ നേരത്തെ പറയാത്ത വിഷയം കുറ്റം ചാർത്തുന്ന സമയത്ത് ആഡ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് സംശയത്തിന് ആനുകൂല്യം ലഭിക്കും, ഇവർക്ക് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ഇത് മനസ്സിലാക്കിയിട്ടാണോ ഇര നേരത്തെ പറയാത്ത ഒരു കാര്യം കേസിൽ ഉൾപ്പെടുത്തിയത് എന്നുള്ള സംശയമാണ് എനിക്ക് ചോദിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഈ മുൻകൂർ ജാമ്യം കിട്ടിയാൽ എന്താണ് അതിൻ്റെ ഇമ്പാക്റ്റ്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, പോലീസ് അറസ്റ്റ് ചെയ്യുമെന്നൊരു പ്രതീതി ഉണ്ടാകുന്നു. ശക്തമായ കേസൊക്കെയാണ് വരുന്നത്. നമ്മളിത് കേട്ടില്ലേ, ജാമ്യമില്ലാത്ത വകുപ്പാണ്, ജീവപര്യന്തം വരെ ലഭിക്കുവാനുള്ള കുറ്റമാണെന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സാധാരണക്കാരുടെ ഒരു ചിന്തയുണ്ടാകും, വലിയ ശക്തമായ നടപടികൾ ഉണ്ടാകാൻ പോകുന്നു. അപ്പോഴാണ് അവർ വാർത്ത കേൾക്കുന്നത് മുൻകൂർ ജാമ്യം ലഭിച്ചു. സ്വാഭാവികമായിട്ടും ആളുകൾക്കൊരു തോന്നലാണ്, അപ്പോൾ എന്തോ ഇവരുടെ ഭാഗത്ത് ശരിയുണ്ട്, അതുകൊണ്ടാണ് മുൻകൂർ ജാമ്യം ലഭിച്ചത്. ഇനി അങ്ങനെ ഉണ്ടായില്ലെങ്കിൽ കൂടി അതുണ്ടാക്കാനുള്ള ശ്രമം ഈ കുറ്റം ആരോപിക്കപ്പെട്ട ആളുകൾ ചെയ്യുന്നുണ്ടെന്നേ. ഇപ്പോൾ എം മുകേഷിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. സത്യം ചെരിപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ലോകം ചുറ്റി കഴിഞ്ഞിരിക്കും. വൈകിയാണെങ്കിലും സത്യം തെളിയുക തന്നെ ചെയ്യും. നിയമ പോരാട്ടം തുടരും. ഇത് കേട്ടാത്തൊന്നും സത്യം ചെരുപ്പിട്ട് നമ്മുടെ മുന്നിലൂടെ തേരാപ്പര നടക്കുകയാണെന്ന്. ഒരു സത്യം നമ്മുടെ മുന്നിൽ തേരാപ്പരയിട്ട് നടക്കുന്നില്ല. ആസ് ഓഫ് നൗ ഇര പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. പക്ഷേ ഒരു മുൻകൂർ ജാമ്യം കിട്ടിയതിൻ്റെ ബലത്തിൽ എടുത്തടിക്കുകയാണ്, എൻ്റെ ഭാഗത്താണ് ശരി എന്ന ധ്വനി വരുന്ന രീതിയിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ്, ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഇട്ടിട്ടുണ്ട്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ്. ഇപ്പോൾ ഇടവേള ബാബുവിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ടു എന്ന് വിചാരിക്കും. അത് നമ്മൾക്കുണ്ടാകുന്നൊരു വികാരം AMMയ്ക്കെതിരെ ഉണ്ടാകുന്ന വികാരം മാത്രമായിരിക്കും. മലയാള സിനിമയിൽ മോശമായ പ്രവണതകൾക്ക് ചുക്കാൻ പിടിക്കുന്നവർക്കെതിരെ നമ്മൾക്ക് തോന്നുന്നൊരു വികാരമായിരിക്കും. അത് അവിടെ വെച്ച് തീരും. പരമാവധി തീരുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചെറിയ ഡിഗ്രിയല്ല ഞാൻ പറയുന്നത്, തീവ്രത കുറഞ്ഞ സംഭവം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ മുകേഷിൻ്റെ കാര്യം വ്യത്യസ്തമാണ്. അദ്ദേഹം രാജിവെക്കണമെന്ന് പറയുന്നൊരു സമ്മർദ്ദം ശക്തമായിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾ, വനിതാ നേതാക്കളൊക്കെ ഇദ്ദേഹത്തിനെതിരെ ശക്തമായിട്ട് മുന്നിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം ലഭിക്കാനുള്ളൊരു സാധ്യതയിൽ ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അതുണ്ടാക്കാവുന്ന ഇമ്പാക്റ്റ് വളരെ വലുതല്ലേ. മുകേഷിന് മുൻകൂർ ജാമ്യം നിഷേധിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ പ്രതിഷേധത്തിൻ്റെ ശക്തി കൂടും, രാജിവെക്കേണ്ടി വരും. ഇപ്പോൾ ഒരു താൽക്കാലിക ആശ്വാസം, ഈ താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടിയാണോ ഈ 376(1) എടുത്തിട്ടത്? ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടിയാണോ ഈ ചെറിയ മീനുകൾ വ്യാജ ആരോപണങ്ങളൊക്കെ കൊണ്ടുവന്ന് കളിക്കുന്നത്? ഞാൻ ഇതിനു മുന്നേയുള്ള കാര്യങ്ങളിൽ പറഞ്ഞു, നിജസ്ഥിതിയുള്ള ആരോപണങ്ങളുടെ മൂർച്ച കുറക്കുന്നതിന് വേണ്ടിയായിരിക്കണം പലരും വ്യാജ ആരോപണവുമായിട്ട് മുന്നോട്ട് വരുന്നത്. സാമ്പത്തിക ലാഭമാണ് എന്ന് ഞാൻ കരുതുന്നില്ല എന്ന് കഴിഞ്ഞൊരു വീഡിയോയിലും അതിനു മുന്നേ AMMയുടെ രാജി സംബന്ധിച്ച് ചെയ്ത വീഡിയോയിലും ഞാൻ പറഞ്ഞിരുന്നു. സത്യത്തിൽ നമ്മളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു നാടകമാണോ, വളരെ നല്ല രീതിയിൽ സ്ക്രിപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു നാടകമാണോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന സംശയമാണ് എനിക്കുള്ളത്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണവുമായി വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.